ഇതാരാ അമ്മച്ചി? ഹിമ അന്നമ്മയോട് ചോദിച്ചു. എന്റെ ആങ്ങളയുടെ മോള മെറിൻ. ഇവളും അലോഷിയും വലിയ കൂട്ടായിരുന്നു. ഉം. ഹിമ ഒന്ന് മൂളി. എന്നാലും എനിക്ക് എന്തോ പോലെ. അവൾ വിരലുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, നീ പേടിക്കണ്ട. ഇവരെ കെട്ടിക്കാൻ ഇവിടെ പലരും നോക്കിയതാ, നടന്നില്ല. ലിൻഡ പറഞ്ഞപ്പോൾ സുസമ്മ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ലിൻഡ നാവു കടിച്ച് മുഖം തിരിച്ചു. ഞാൻ ഇത് പിള്ളേർക്ക് കൊടുത്തിട്ട് വരാം. സുസമ്മ ജ്യൂസുമായി പോകാനൊരുങ്ങി. ഇങ്ങത്താ ആൻറ്റി, ഞാൻ കൊടുക്കാം. ഹിമ വേഗം ട്രേ വാങ്ങി സ്റ്റെയർ കയറി. ഗസ്റ്റ് റൂമിൽ നിന്ന് അടക്കം പറച്ചിൽ കേട്ട് അവൾ ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് കയറി. അലോഷിയുടെ കയ്യിൽ പിടിച്ച് അവനടുത്ത് ഇരിക്കുകയാണ് മറിൻ. പെട്ടെന്ന് അലോഷിയെ അവളോടൊപ്പം കണ്ടപ്പോൾ ഹിമയ്ക്ക് എന്തോ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ തറപ്പിച്ചൊന്ന് നോക്കി. പക്ഷെ അലോഷിയിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. നിനക്ക് എന്താ ഒന്ന് നോക്ക് ചെയ്തിട്ട് വന്നൂടെ? അലോഷി ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ എൻ്റെ കെട്ടിയൻ്റെ അടുത്തേക്കല്ലേ വന്നത്. അപ്പോൾ നോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹിമ പറഞ്ഞത് കേട്ട് അലോഷി മെറിനെ ഒന്ന് പാടി നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ജ്യൂസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞും ഹിമ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തേ, പോകുന്നില്ലേ? ഞാൻ ഇവിടെ നിന്നാൽ എന്താ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. ആഹാ, അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം. ഒന്ന് പോയേ. അലോഷി അവളെ പുറത്തേക്ക് ഇറക്കി. പെട്ടെന്ന് ഹിമ അലോഷിയുടെ കോളറിൽ പിടിച്ച് തന്നോട് ചേർത്തു. ഇടോ, ഇതിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പം ഇയാളെ എനിക്കൊന്ന് കാണണം കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ തന്നോളാം. ഹിമ അലോഷിയെ തറപ്പിച്ച് നോക്കി ഇറങ്ങിപ്പോയി. ആടി, നിന്നെ ഒതുക്കത്തിന് കിട്ടുന്നത് നോക്കി തന്നെ ഞാനും ഇരിക്കുന്നത്, അലോഷി പതിയെ പറഞ്ഞു. ഇതെല്ലാം നോക്കി ചിരിയോടെ ഇരിക്കുകയാണ് മരൻ. എന്താടാ പാവം, അതിനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. അത് നിനക്ക് അവളെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. 2-3 ദിവസം എന്നിട്ട് വട്ടം ചുറ്റിച്ചു കാന്താരി. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിനക്ക് പറ്റിയ പെണ്ണ് തന്നെ, മറിൻ പറഞ്ഞു. അത് പിന്നെ അങ്ങനെ തന്നെ വേണ്ടേ? എൻ്റെ കൂടെ മുട്ടി നിൽക്കാൻ അവൾക്കേ പറ്റൂ. അതാ എനിക്ക് അതിനെ ഇത്രയ്ക്ക് ഇഷ്ടം, അലോഷി പറഞ്ഞു. എടാ, നിന്നെ അവള് തല്ലിയിട്ടുണ്ടോ? മറിൻ ചോദിച്ചപ്പോൾ അലോഷി അവളെ ഒന്ന് നോക്കി. അല്ല, നിനക്കൊരു തല്ലിൻ്റെ കുറവുണ്ട്. ഒന്ന് പോടി. ആ പോയതേ അലോഷിയുടെ പ്രാണനാ. പിന്നെ ഞാനീ കാണിക്കുന്നത് അതൊക്കെ വെറുതെയാന്ന് അവൾക്കും അറിയാം. ഹിമ, ഇച്ചായനെ കണ്ടോടി? ലിൻഡ ചോദിച്ചു. കണ്ടു. അവിടെ കയ്യും പിടിച്ചിരിക്കുന്നു. മിക്കവാറും നിന്റെ ഇച്ചായനെ കൊന്ന് ഞാൻ ജയിലിൽ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ബറിൻ ചേച്ചി, നീ പേടിക്കണ്ട. അവര് നല്ല ഫ്രണ്ട്സാ. പിന്നെ രണ്ടാളും കൂടി ഒരു കമ്പനി ഇട്ടിട്ടുണ്ട്. കുറച്ചു നാളായി എല്ലാം മെറിൻ ചേച്ചി ഒറ്റയ്ക്കാണ് നോക്കി നടത്തുന്നത്. ഇപ്പോൾ എല്ലാം ഏറ്റെടുക്കണമെന്ന് ഇച്ചായനെ തോന്നിക്കാണും. അതാവും ഇപ്പൊ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ, ഹിമ പറഞ്ഞു. രാത്രി അത്താഴത്തിന് ഇരുന്നപ്പോഴും മെറിനും അലോഷിയും വാതോരാതെ വർത്താനമായിരുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഹിമ പകുതിയിൽ കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി. നന്നേ ലേറ്റായിട്ടാണ് അലോഷി കിടക്കാനും വന്നത്. അപ്പോഴേക്കും ഹിമ കിടന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒരു പില്ലോയും ബെഡ്ഷീറ്റും എടുത്ത് സോഫയിലേക്ക് ഇട്ടു. അച്ചച്ചാ, എന്താ ഇതൊക്കെ? എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. അല്ലേ തന്നെ ഞാൻ നിന്റെ ആരാ? നിനക്കിപ്പോൾ എന്നേക്കാൾ വലുത് മറ്റു പലരും ആണല്ലോ. അപ്പം ഞാനായിട്ട് മാറിത്തരുന്നതല്ലേ നല്ലത്. ഇങ്ങനൊന്നും പറയല്ലേ അച്ചാച്ചാ. എന്നെപ്പറ്റി അച്ചച്ചൻ ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയത്? ഹിമ കരയാൻ തുടങ്ങി. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കില്ല. നിന്റെ ലൈഫ് നിനക്ക് തന്നെ തീരുമാനിക്കാം. കെട്ടിയിട്ട് അനുസരിപ്പിക്കാൻ പൂച്ചയും പട്ടിയൊന്നും അല്ലല്ലോ. ഹിമയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആലോചിച്ച് സോഫയിലേക്ക് കിടന്നു. അച്ചാച്ചാ, എഴുന്നേറ്റ് വന്നേ. ഒന്ന് ബെഡിൽ കിടന്നേ. അച്ചച്ചനില്ലാതെ എനിക്ക് ഉറക്കം വരില്ലെന്ന് അറിയില്ലേ? പ്ലീസ് വന്നേ. എൻ്റെ കൊച്ചേ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നാളെ കുറച്ച് ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് രാവിലെ പോകേണ്ടതല്ലേ? ശല്യം ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോ? അലോഷി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. ഹിമ ഒന്നും പറയാതെ പോയി കിടന്നു. രാത്രി ഒരുപാട് വൈകിയും ഉറക്കം വന്നില്ല. അവൾ മെല്ലെ അലോഷിക്ക് അടുത്തേക്ക് വന്നു. നല്ല ഉറക്കമാണ് ആള്. ഹിമ കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നു. പതിയെ മുഖം താഴ്ത്തി നെറ്റിയിൽ ചുണ്ടമർത്തി. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ചേച്ചാ. എന്നോട് ഇങ്ങനെ പിണങ്ങല്ലേ. എനിക്കിത് സഹിക്കാൻ വയ്യ. അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് അവൻ്റെ മുഖത്തേക്ക് വീണു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിലേക്ക് പോയി. ഹിമ പോയി കഴിഞ്ഞ് അലോഷി മെല്ലെ കണ്ണു തുറന്നു. സോറി മോളെ. ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയും അച്ചച്ചൻ നോക്കിയിട്ട് കാണുന്നില്ല. നിന്നെ പിരിഞ്ഞ് ജീവിക്കുന്നതിലും നല്ലത് ഇപ്പോൾ രണ്ടുപേരും കുറച്ച് വേദനിക്കുന്നതാണ്. മനസ്സിൽ ഓർക്കുമ്പോൾ അവൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. കുളിച്ച് ഫ്രഷായി വരുന്ന അലോഷിയെ കണ്ടുകൊണ്ടാണ് ഹിമ രാവിലെ ഉണർന്നത്. എങ്ങോട്ടാ അച്ചച്ച രാവിലെ തന്നെ? ചോദ്യം കേട്ട് അലോഷി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് മീറ്റിങ്ങിൻ്റെ കാര്യം. ഇത്ര വേഗം മറന്നോ?
അല്ല, ഓർക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. ഞാനത് ഓർത്തില്ല, സോറി. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. രാവിലെ വഴക്കിനുള്ള മൂഡില്ലാതിരുന്നത് കൊണ്ട് ഹിമ തർക്കിക്കാൻ പോയില്ല. ഞാൻ ചായ എടുക്കാം, അവൾ മുടി വാരിക്കെട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ ഇറങ്ങുമ്പോൾ കുടിച്ചോളാം. നീ കിടന്നോ, എനിക്ക് വേണ്ടി ഉറക്കം കളയണ്ട. അവൻ പറഞ്ഞത് കാര്യമാക്കാതെ ഹിമ വേഗം ഫ്രഷ് ആവാൻ പോയി. തിരികെ വന്നപ്പോൾ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യുകയാണ് അലോഷി. എന്തിനാ അച്ഛാ ഇത്രയും ഡ്രസ്സൊക്കെ? എത്ര ദിവസത്തേക്കാ പോകുന്നത്? അവന് കുറുകെ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല. 1, 2, 3 വീക്ക്, ചിലപ്പോ അതിലും കൂടും. അല്ല, ഇപ്പൊ ഓടിപ്പാഞ്ഞു വന്നിട്ട് ഇവിടെ ആർക്ക് വേണ്ടിയാ? അലോഷി ഹിമയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഞാനില്ലേ അച്ഛാ ഇവിടെ. ഞാനിവിടെ നോക്കിയിരിക്കുമെന്ന് അച്ഛന് അറിയില്ലേ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൻ വേഗം ബാഗ് പാക്ക് ചെയ്തു. ബെഡിൽ നിന്ന് ബാഗ് എടുത്ത് താഴേക്ക് ഒതുക്കി വെച്ചപ്പോഴേക്കും ഹിമ ഓടിച്ചെന്ന് അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അച്ഛാ പോവണ്ട, എനിക്കിവിടെ ഒറ്റയ്ക്ക് വയ്യ. ഞാനും വന്നോട്ടെ കൂടെ? ഞാൻ ഒരു ശല്യത്തിനും വരില്ല. ഏതെങ്കിലും ഒരു കോണിൽ മിണ്ടാതെ ഇരുന്നോളാം. ഹിമയുടെ കണ്ണുനീര് അവനെ ചുട്ടുപൊള്ളിക്കും പോലെ തോന്നി. മതി അലോഷി, നിർത്താം. ഇനിയും പാവത്തിനെ ഇങ്ങനെ കളിപ്പിക്കണ്ട. അവളുടെ കണ്ണ് നിറഞ്ഞാൽ കത്തുന്നത് നിന്റെ ചങ്ക് തന്നെയല്ലേ? അവന്റെ മനസ്സ് അവനോട് പറയുന്ന പോലെ തോന്നി. ശരിയാണ്, ഒന്ന് വാരി പുണർന്നാൽ തീരാവുന്ന പിണക്കം മാത്രമേ ഉള്ളൂ. അതിനെ ഒരു പരിധിവരെ വളർത്തി താനും ആസ്വദിക്കുകയായിരുന്നു. തനിക്ക് വേണ്ടി നിറയുന്ന കണ്ണും വിറയ്ക്കുന്ന ചുണ്ടും ചുവന്നു തൊടുത്ത അതരവും എല്ലാം എന്നെ ഹരം കൊള്ളിക്കുന്നവയായിരുന്നു. മതി, നിർത്താം. ഇനി സന്തോഷം കൊണ്ടല്ലാതെ നിന്റെ മിഴി നിറയണ്ട. മനസ്സിനോർത്ത് തന്റെ പ്രാണന്റെ പാതിയെ നെഞ്ചോട് ചേർക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് മെറിന്റെ ശബ്ദം കേട്ടത്. അലോഷി, ഒന്നിങ്ങ് വന്നേ. ചെയ്യാൻ വന്നത് മുഴുവിപ്പിക്കാതെ അലോഷി പുറത്തേക്കിറങ്ങി. എന്താടി? അലോഷി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. എടാ, മാനേജർ വിളിച്ചു. മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. ഇനിയിപ്പോ ധൃതി വെച്ച് പോവണ്ട. നമുക്ക് ഈവനിങ് പോയാൽ മതി. അത്രയും പറഞ്ഞ് മെറിൻ റൂമിലേക്ക് പോയി. അലോഷി തിരിഞ്ഞ് ഹിമയെ ഒന്ന് നോക്കി. അവൾ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ മെല്ലെ കണ്ണാടിക്കരികിലേക്ക് നീങ്ങി നിന്നു. തന്റെ പ്രതിബിംബത്തെ ആകെ ഒന്ന് നോക്കി. സമയമായിട്ടില്ല അലോഷി, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. താടി തടവിക്കൊണ്ട് അവൻ ഡ്രസ്സ് മാറാനായി പോയി.